ഹായ്, ഇന്ന് ഞാൻ നമ്മുടെ ബേസിൽ നായകനായ നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ചെയ്ത മരണമാസം മൂവി കണ്ടായിരുന്നു. ഞാനിവിടെ എറണാകുളത്തെ വനിതാ വനിതയിലാണ് പോയി കണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി അതൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ ഒരുപാട് ചിരിക്കേണ്ട കണ്ടൻസ് ഉണ്ട്. ഒരുപാട് സിനിമയിൽ ഉടനീളം നമുക്ക് ഒരുപാട് ചിരിക്കേണ്ട കണ്ടൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, പിന്നെ ഫാമിലി അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടൻസ് ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഡാർക്ക് കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച ബേസിലാണെങ്കിലും സുരേഷ് കൃഷ്ണയാണെങ്കിലും ബാബു ആൻ്റണി ആണെങ്കിലും സിജോ സണ്ണി ആണെങ്കിലും നായികയുടെ കഥാപാത്രം അവതരിപ്പിച്ചവരാണെങ്കിലും വില്ലൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചവരാണെങ്കിലും അതിഗംഭീരമായിട്ട് അവരുടെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട ഒരു ബേസിലല്ല ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബേസിലിൻ്റെ ലുക്കാണ്. നമുക്ക് പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം. പോസ്റ്ററിലെല്ലാം നമുക്ക് മുടി കളർ ചെയ്ത ഒരു വേറൊരു ലുക്കാണ്. നമ്മൾ ഇതുവരെ കണ്ട ബേസിലിൻ്റെ കഥാപാത്രം അല്ല ഇതിൽ. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ലുക്ക് വൈസ് വേറൊരു ബേസിലാണ് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിലിൻ്റെ ഇൻട്രോ സീനായിരുന്നു. അത് സത്യത്തിൽ നമ്മുടെ മെർസലിലെ വിജയിൻ്റെ റെഫറൻസ് വെച്ച് ചെയ്തതാണ്. അത് നമുക്ക് മീൻസ് അപ്പോൾ ഒരുപാട് വിജയ് ഫാൻസിന് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇൻട്രോ സീന് അതിഗംഭീരമായിരുന്നു. പിന്നെ ഇന്ന് ഫുള്ളി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഓളം നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലായിട്ടും ഇതിൽ പിന്നെ ഒരുപാട് ബസ്സിൻ്റെ മെമ്മറി, ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, അത് കൊള്ളായിരുന്നു. പിന്നെ ബാബു ആൻ്റണിയുടെ ഒരു എൻട്രിയൊക്കെ വേറെ ഒരു ലെവലായിരുന്നു സത്യത്തിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഫാമിലി ആയിട്ടൊന്ന് വൺ ടൈം തിയേറ്ററിൽ പോയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. ഒരുപാട് കണ്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ ഉടനീളം. കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ കണ്ടൻസ് ആണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന, ഡാർക്ക് കോമഡീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും ഇത്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒരു വൺ ടൈം കാണാനായിട്ട് തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യുക. താങ്ക് യു.